സംസ്ഥാനത്ത് ഇന്നു മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി സർക്കാർ. ഭക്ഷ്യസ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും അഭ്യർത്ഥന മാനിച്ച് നിരവധി തവണ ഹെൽത്ത് കാർഡ് എടുക്കാൻ സാവകാശം നൽകിയിരുന്നു. ഇന്നു മുതൽ വിഷയത്തിൽ കർശന പരിശോധനയും നടക്കും. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങി എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഉറപ്പാക്കണമെന്നാണ് സർക്കാർ ഉത്തരവ്. പൊതുജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ പരാതികൾ നേരിട്ടറിയിക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഗ്രിവൻസ് പോർട്ടലും സജ്ജമായിട്ടുണ്ട്. പരാതിയിന്മേലെടുത്ത നടപടികളും ഇതിലൂടെ അറിയാൻ സാധിക്കും. പരാതി സംബന്ധിച്ച ഫോട്ടോയും വീഡിയോയും അപ്ലോഡ് ചെയ്യാനും പോർട്ടലിലൂടെ സാധിക്കും. ഈ പോർട്ടൽ വഴി ഇതുവരെ 108 പരാതികളാണ് ലഭ്യമായത്. ഇതിൽ 30 പരാതികളിൽ നടപടിയെടുത്തിട്ടുണ്ട്. അടുത്തിടെ കിട്ടിയ ബാക്കി പരാതികളിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിനോടകം 70% ജീവനക്കാർ ഹെൽത്ത് കാർഡ് എടുത്തതായാണ് വിവരം. ഇനിയും സമയം വേണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആവശ്യം? നമ്മളുടെ നിലവിൽ നമ്മൾ ഓൾറെഡി എല്ലാവരുടെയും എടുത്തു കഴിഞ്ഞു. നമ്മൾ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷവും റിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഇതായതാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലെ പരിശോധനയിൽ ഹെൽത്ത് കാർഡ് ഇല്ലാത്തതടക്കമുള്ള ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയാൽ നടപടിയുണ്ടാകും. ഹെൽത്ത് കാർഡ് ലഭിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ടൈഫോയിഡ് വാക്സിൻ കിട്ടാനില്ലാത്തതായിരുന്നു സമയപരിധി നീട്ടി നൽകാൻ ഒരു കാരണം. ഹെൽത്ത് കാർഡ് നൽകുന്നതിന് ടൈഫോയിഡ് വാക്സിൻ, വിരശല്യത്തിനുള്ള ഗുളിക എന്നിവ നിർബന്ധമായും സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. കാരുണ്യ ഫാർമസികൾ വഴി വളരെ കുറഞ്ഞ വിലയിൽ ടൈഫോയിഡ് വാക്സിൻ ആരോഗ്യവകുപ്പ് ലഭ്യമാക്കിയിട്ടുണ്ട്. പൊതുവിപണിയിൽ 350 രൂപ മുതൽ 2000 രൂപയ്ക്ക് മുകളിൽ വരെയാണ് ടൈഫോയിഡ് വാക്സിന്റെ വില. കാരുണ്യ ഫാർമസികൾ വഴി വില കുറച്ച് 95.52 രൂപയിലാണ് ടൈഫോയിഡ് വാക്സിൻ ലഭ്യമാക്കിയിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.